ഹായ്, ഞാൻ ആന്റണി. നമ്മളിപ്പോൾ നിൽക്കുന്നത് തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ക്ലിനിക്സിന്റെ ഉള്ളിലാണ്. നമ്മുടെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനൊപ്പമാണ് നമ്മളുള്ളത്. ആ, എൻ്റെ പേര് ഹസ്ന. ഉം. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഞാനിപ്പോൾ ടാഷ്കർ മെഡിക്കൽ അക്കാഡമിയിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ ആസ്ന. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ? ക്ലാസ് അടിപൊളി ഓക്കെയാണ്. ഉം. പിന്നെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് മെയിൻ മെയിനായിട്ട് ആയിട്ടുള്ളത്? അനാറ്റമി, ഉം. ബാക്കി ലാംഗ്വേജ് ആണ് ഉം. റഷ്യൻ, ഉസ്ബെക്, ഉം. ലാറ്റിൻ അങ്ങനെ. ലാറ്റിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ക്ലിനിക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഇയർ ക്ലിനിക്സ് ആയിട്ട് എങ്ങനെ? നമുക്ക് ഫസ്റ്റ് ഉണ്ടായത് ഇന്റേണൽ ഡിസീസ് ആണ്. ഉം. അപ്പൊ അത് കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ പീഡിയാട്രിക്. അല്ല, എങ്ങനെയാണ് നമുക്ക് റൊട്ടേഷൻ ക്ലിനിക്സ് ഫസ്റ്റ് ഇയർ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഒരു വക ഉം. ബ്ലഡ് പ്രഷർ, ആ. പൾസ് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ പഠിച്ചു. പേഷ്യൻസിന്റെ അടുത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും പേഷ്യൻസിന്റെ അടുത്ത് നമ്മള് ഇന്ററാക്ട് ചെയ്യും ഓരായിട്ട്. ഇപ്പൊ കുറച്ച് റഷ്യനും ഉസ്ബെക്കും കുറച്ച് അറിയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്ത് റഷ്യനൊക്കെ പഠിച്ചു അറിയാം. ഓൾറെഡി അല്ലേ? ഇത്ര കുറച്ച് മാസം കൊണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ ഇങ്ങനെ വാർഡിലൊക്കെ പോകുമ്പോ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള പരിചയത്തില് തേർഡ് ഇയർ തൊട്ടിട്ടാണ് ആ, ക്ലിനിക്സ് ഒക്കെ തുടങ്ങുക. ഇപ്പൊ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഒരു നമുക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ക്ലിനിക് എക്സ്പോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തഷ്കൻ മെഡിക്കൽ അക്കാഡമിയിൽ ഉണ്ട്. എക്സാംസ് ഏതിലൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക്? എക്സാംസ് നമുക്കിപ്പം അനാറ്റമി ആയാല് ഉം. ഇപ്പം ആഴ്ചക്ക് നമുക്ക് പഠിപ്പിച്ചത് അടുത്ത ആഴ്ചക്കുള്ളിൽ വൈവായിട്ട് ഇപ്പൊ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഡെയിലി ക്ലാസ് എക്സാമിനേഷൻസ് ഉണ്ട് അല്ലേ? എല്ലാ ദിവസവും വൈവേ. മാർക്ക് ഇടും. ഹോസ്റ്റൽ ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഹോസ്റ്റൽ ലൈഫ് ഫുഡായാലും ഓക്കെയാണ്. ഇന്ത്യൻ ഫുഡ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം അവിടുത്തെ സീനിയേഴ്സ് ആയാലും ഒക്കെ ഇപ്പൊ ഒരു ഫാമിലി പോലെ. ആദ്യം നല്ല പേടി ഉണ്ടായിന് എങ്ങനെ ഇതാക്കുന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഓക്കെയാ. എങ്ങനെയുണ്ട് ഹോസ്റ്റലിൽ ഇങ്ങനെ റാഗി കാര്യങ്ങൾ അങ്ങനെ ഇല്ല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊന്നുമില്ല? സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എല്ലാവരായിട്ട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയാ? സീനിയേഴ്സ് ആയാലും നമുക്കൊരു പേടി ഉണ്ടാവല്ലോ. ബട്ട് മെഡോക്കിലെ സീനിയേഴ്സ് ആയാലും ശരിക്കും പറഞ്ഞാ ഒരു കാക്ക പോലെയാ ബ്രദർ. ഇപ്പൊ നമുക്കിപ്പൊ എന്തുണ്ടെങ്കിലും പറയാം. ഇപ്പം ഇത് പഠിത്തത്തിന്റെ കാര്യമായാലും അഡ്മിഷന്റെ കാര്യമായാലും എന്തുണ്ടെങ്കിലും ഇപ്പൊ ഇമോഷണലി ഒക്കെ സപ്പോർട്ടിങ് ആണ്. ഇപ്പൊ എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പൊ തന്നെ ഓടിത്തും. ക്ലാസ് ഒക്കെ എങ്ങനെയാണ്? എന്റെ ക്ലാസ് ഒക്കെ ഏകദേശം കഴിയാറായി. ഞാനിപ്പോ ലാസ്റ്റ് ഇയർ ആണ്. ഇപ്പൊ നമുക്ക് എക്സാം നമുക്ക് ഏകദേശം ജൂൺ പാതിയാകുമ്പോ നമുക്ക് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിവിടെ നമുക്ക് അറിയാമല്ലോ 6 ഇയർ കഴിയുമ്പോൾ നമുക്കൊരു ഗോസ് എക്സാമിനേഷൻ എന്നിട്ട് നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഏകദേശം MCQ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്കുള്ള പോലെ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ഇയർ ഇപ്പോൾ സബ്ജക്ട് വൈസ് മാത്രമല്ലേ കാര്യങ്ങളുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് സബ്ജക്ട്സ് സൈക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഇയർ പോലെ തന്നെയാ ആഫ്റ്റർ തേർഡ് ഇയർ എങ്ങനെ? അല്ല, നമുക്ക് ആദ്യത്തെ ഒരു 2 കൊല്ലം 3 കൊല്ലം നമുക്ക് ഏകദേശം എല്ലാ ക്ലാസ്സും നമുക്ക് ക്ലിനിക്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക. I14 ഹോസ്പിറ്റൽസിന്റെ ഉള്ളിൽ തന്നെ. അതിനുശേഷം നമുക്ക് സൈക്കിൾസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒരു സബ്ജക്റ്റ് തന്നെ ഒരു കണ്ടിന്യൂസ് 2 വീക്സോളം ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ അതിന്റെ എക്സാം, അതിന്റെ ഓറൽ എക്സാമിനേഷൻ, പിന്നെ അതിന്റെ പോസ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ കമ്പ്യൂട്ടർ ടെസ്റ്റ്, അങ്ങനെ ആയിരിക്കും. ആ ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തതിലേക്ക് ഉണ്ടാവുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ക്ലാസ്സുകൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഒരു ദിവസം തന്നെ 2-3 സബ്ജക്ട്സ് ഉണ്ടാവും. അങ്ങനെയല്ലേ പോകുന്നത്. ഇവിടെ എങ്ങനെ തഷ്കന്ത് എങ്ങനെയുണ്ട്? തഷ്കന്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? യൂണിവേഴ്സിറ്റി ഒക്കെ ഓക്കെയാ. സിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലായിടത്തും പോവുകയൊക്കെ ചെയ്തോ? ഒരു വക എല്ലായിടത്തും പോയി കയറി. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് വിസിറ്റ് ചെയ്തിട്ട്? മാജിക് സിറ്റി, സിറ്റി മാൾ, പാർക്ക്. പിന്നെ എന്താണ് ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഒരു ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? അധികം നമ്മ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ കഴിക്കുന്ന സമൂസ, പുലാവോ? ഓഷി കഴിച്ചിട്ടുണ്ട്. നല്ല ഓയിലി ഫുഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോംസ് തന്നെ ഇപ്പം നമ്മ എല്ലാവരും ക്ലാസ് തന്നെ കഴിക്കുന്നത്. അതാകുമ്പോൾ അഫോർഡബിൾ ആണ്. പിന്നെ നമുക്ക് ഏകദേശം എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പേഴ്സണൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചീപ്പല്ലേ? ചീപ്പാണ്. ബാക്കിയുള്ള കൺട്രീനേക്കാളും ഇതാക്കിയിട്ട് ചീപ്പാണ്. ഇപ്പം ട്രാവലിംഗ് ആയാലും ഫുഡ് ആയാലും തന്നെ. അതായത് ഇപ്പൊ എബ്രോഡ് MBBS നോക്കുന്ന സമയത്താണല്ലോ നമ്മളായിട്ട് മെഡോക്കായിട്ട് ഇപ്പൊ നമ്മള് ബന്ധപ്പെടുന്ന കാര്യങ്ങളാവുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ദ ജേർണി? ഇപ്പൊ ഉസ്ബെക്കിലെത്തി നമ്മളൊക്കെ ഏകദേശം ഫസ്റ്റ് സെമ്പ് കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന ടൈം ആയിരിക്കാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് മെഡോക്കിനൊപ്പം? സത്യം പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നു. കാരണം അഡ്മിഷൻ ആ ഒരു പ്രൊസീജിയർ തൊട്ടിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങുന്നത് ഇപ്പോഴും നല്ല രീതിക്കാണ് കോണ്ടാക്ട് ഒക്കെ. പിന്നെ എന്തിനും വിളിച്ചാൽ വരും. എനിക്ക് മെഡോക്ക് എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്ത സർവീസാണ്. കാരണം എന്തുണ്ടായാലും അതിപ്പോ ഞാൻ ഇപ്പൊ എന്താ പറയാ, എന്തുണ്ടായാലും വിളിക്കും, എത്തും. ഇപ്പം പഠിത്തത്തിന്റെ കാര്യത്തില് ചോദിച്ചാൽ റിപ്ലൈ തരും. പിന്നെ എന്തെങ്കിലും എനിക്ക് കൊറേ എന്താ പറയാ, ഇത്രയും മാസമായിട്ട് എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്. കാരണം എന്ത് വന്നാലും എത്തുന്നുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നിങ്ങളെ സർവീസാണ്. തീർച്ചയായും നമുക്കും നമ്മുടെ എന്താണ് ഇത്ര നാൾ സ്റ്റുഡൻസിന്റെ അടുത്തിൽ വെച്ച് നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് നിങ്ങളും. എങ്ങനെയുണ്ടായി പിള്ളേരൊക്കെ മെഡോക്കില്? നിങ്ങളൊക്കെ തന്നെയല്ലേ എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്ന കാര്യങ്ങൾ. എന്താണ് നമുക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ ഇതുപോലെ തന്നെ ഉണ്ടാവണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. നല്ല
കുട്ടികളാണ്. നിങ്ങൾ തന്നെയാണ് ഇനി വരുന്ന കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് നമ്മളെ പോലെ തന്നെ. ഇനിയിപ്പോൾ അടുത്തെല്ലാം വരുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ സീനിയേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ 6 ഇയേഴ്സ് ആണ്. നമ്മളിപ്പോൾ ഈ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഗ്രാജുവേറ്റ് ആയി പോകും. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം വരും. പക്ഷേ ഇനിയിപ്പോൾ വരുന്ന കുട്ടികൾക്ക് എന്താണ് നിങ്ങളാണ് സീനിയേഴ്സ്. നിങ്ങളൊരു ബ്രദർ സിസ്റ്റർ മാതിരി നിങ്ങൾ ത്രൂ ഔട്ട് ദ ജേണി നിങ്ങൾ ഗൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവം ഇനി കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടിയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തന്നത്. എന്ത് ചെയ്യുക, നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ നീഡ്സ് എന്താണോ, നമ്മൾ എബ്രോഡ് ഇത്ര വർഷങ്ങളായി നിൽക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് നോക്കിയും കണ്ടേ ചെയ്തു. ഇനിയിപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ജൂനിയേഴ്സ് വരുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ എന്താണ് എബ്രോഡ് പഠിക്കാൻ വന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ പെരുന്നാൾ കാര്യങ്ങളെല്ലാം നാട്ടിലല്ലാത്ത ആദ്യത്തെ പെരുന്നാളായിരുന്നു അല്ലേ? അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു മെഡോക്കിലെ ഒപ്പമുള്ള നമ്മ വന്നിട്ട് നമുക്ക് ഉണ്ടായത് ക്രിസ്മസാ ഫസ്റ്റ്. ഫസ്റ്റ് അപ്പം ക്രിസ്മസ് ക്രിസ്മസ് പാർട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂ ഇയർ ഒക്കെ വലിയായിട്ട് ന്യൂ ഇയർ അതൊക്കെ പാർട്ടി ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോ ഓരോരോ തിരക്കിൽ എല്ലാ ഫസ്റ്റ് എബ്രോഡ് ഈ ഫാമിലിന്റെ ഒപ്പം അല്ലാത്ത എല്ലാ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാ പെരുന്നാൾ ഇതൊക്കെ എല്ലാം ആദ്യമായിട്ട് ആഘോഷിച്ചു. പുറത്തായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഫാമിലിന്റെ ഒപ്പം ഉള്ള മൊത്തത്തില്? എന്താ വെച്ചാല് സീനിയേഴ്സ് ആണ് ഉം. നടത്തുന്നത്. അപ്പം ഓരോരോ തിരക്കില് ഒരങ്ങ് പോകും. പിന്നെ നമ്മളെ തിരക്കില്. അപ്പം ഇടയ്ക്ക് നമ്മള് ഓരോ പാർട്ടി ഉണ്ടായാലും ഒത്തുകൂടും. അത് ഉം. എനിക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ക്രിസ്മസ് ആയാലും തന്നെ ന്യൂ ഇയർ ആയാലും തന്നെ വലിയൊരു ഉം. എന്താ പറയാ ആ ഒരു നൈറ്റ് ഫുള്ള് ഒക്കെ തന്നെ ഉണ്ടായത്. പിന്നെ അതിന് ശേഷം ഉണ്ടായത് ഇഫ്താർ പാർട്ടിയാണ്. ഇഫ്താർ പാർട്ടി. എല്ലാവരും ആയിട്ട് അതെ, ഒത്തുകൂടി സീനിയേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പം അതൊക്കെ നല്ല രസമുണ്ട്. വീട് നമുക്ക് വലിയ മിസ് ചെയ്യാത്ത രീതിയിൽ തന്നെ റെഡി ആയല്ലേ? ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമോ? കാരണം നിങ്ങൾ പോക്കായില്ലേ? ഇല്ല, നമ്മൾ ഇനിയും വരുമല്ലോ. നമ്മുടെ കുട്ടികളിലൊപ്പം നമ്മൾ ഇനിയും വരും. പക്ഷെ അല്ല ഇനി എന്നാലും പഴയത് എന്തായാലും പഴയ കിട്ടില്ല. പോലെ കിട്ടില്ല. അതിനല്ലേ നിങ്ങളുള്ളത് സീനിയേഴ്സ് ആയിട്ട്. ഇനിയിപ്പോൾ ത്രൂ ഔട്ട് ഈ കുട്ടികളെ ഇനിയും എന്താണ് ഇതുപോലെ നിങ്ങൾ ഗൈഡ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ തവണ നടത്തിയ പോലെ തന്നെ അടുത്ത പോലെ ഇപ്പം നമ്മൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തന്നോ അത് നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും നോമ്പ് ആയാലും ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ജൂനിയേഴ്സിന് ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കാണിച്ചു, ഇനിയിപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സ് അവരുടെ ജൂനിയേഴ്സ് വരുമ്പോൾ ഇതിങ്ങനെ ത്രൂ ഔട്ട് തുടർന്ന് പോവുക ചെയ്യാൻ. അതെ, അപ്പോൾ അസ്ന നമ്മുടെ ഏകദേശം ഈ ഒരു സെമ്മിന്റെ ക്ലാസ് ഒക്കെ കഴിയാറായി, നാട്ടിലേക്ക് പോകാറായിരിക്കുന്ന ടൈം ആയിരിക്കും അല്ലേ? ഇങ്ങനെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തോ? ഇല്ല ഇല്ല, എടുക്കണം. നമുക്ക് കറക്റ്റ് എക്സാം ഡേറ്റ് വന്നിട്ടില്ല. എക്സാം ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു ജൂൺ പാതി ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും തീരുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്കും അസ്ന സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഒക്കെ ഏകദേശം തീരാറായി. അപ്പോൾ ആ ഒരു ടൈമിലുള്ള എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഇനിയും എന്താണ് ഇതുപോലെ വരണ്ടാവും. അപ്പോൾ എന്താണ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ MBBS ജേണി. താങ്ക് യു. അപ്പോൾ ഓക്കെ.